ജനറാളന്മാരെ, CRI കുടുംബാംഗങ്ങളെ, വൈദിക സമർപ്പിത സഹോദരങ്ങളെ, വിശ്വാസി സഹോദരങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും ഈശ്വരനായിരിക്കും സ്തുതിയായിരിക്കും. സത്യം പറഞ്ഞാൽ ഇനിയൊരു പ്രസംഗത്തിന് ആവശ്യമില്ല. അത്ര മനോഹരമായിട്ടാണ് ഒരു നല്ല സമർപ്പിത ഒരു സന്യാസിനി, അവളുടെ ഹൃദയം ജയിലിലല്ല, അവൾ സ്വതന്ത്രയാണ് എന്ന് ഈ ജനസഹസ്രങ്ങളോട് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത്. സിസ്റ്റർ ജോസിയ SD എന്ന ഈ സഹോദരി നടത്തിയ മനോഹരമായ ഈ വിഷയാവതരണ പ്രഭാഷണത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ കൃത്യമായ അഭിനന്ദനങ്ങൾ നൽകുകയാണ്. ദൈവം സഹായിച്ച് നമുക്ക് നല്ലൊരു അന്തരീക്ഷം തന്നു, മഴ മാറി തന്നു. ഈ ഒരു സമയത്ത് ഇത്രയും സമയം യാത്ര ചെയ്ത് നടന്നു വന്ന് ഇവിടെ ശ്രദ്ധയോടെ ഈ നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ട അഭിനന്ദ പിതാവും വൈദിക സഹോദരങ്ങളും സമർപ്പിതരും മാതാപിതാക്കളും വിശ്വാസി നേതാക്കളും വിവിധ സംഘടനകളുടെ അൽമായ സംഘടനകളുടെ നേതാക്കളും ഉൾപ്പെടെയുള്ള ഈ സഹോദരങ്ങളുടെ ഈ നിൽപ്പുണ്ടല്ലോ, ഈ ഒരു നിൽപ്പാണ് നമ്മുടെ കത്തോലിക്ക സഭയുടെയും ക്രൈസ്തവ സഭയുടെയും അന്തസ്, അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നത്. ഈ നിൽപ്പ് ഒരു നിലനിൽപ്പിന്റെ സൂചനയാണ്. ഇവിടെ 2025 വർഷങ്ങളായി നിലനിൽക്കുന്ന കത്തോലിക്ക ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി ആയുസ് മുഴുവൻ ഇതുപോലെ നിൽക്കാനും ഇരിക്കാനും നടക്കാനും ഓടാനും കുരിശിൽ കയറാനും തലകുത്തി വീഴാനും തലതൂങ്ങിക്കിടന്ന് മരിക്കാനും കഴുത്തു വെട്ടിക്കൊടുക്കാനും തീക്കുണ്ടത്തിൽ ചാടാനും അഗ്നിയിൽ കിടന്നാടാനും തിളച്ച എണ്ണയിൽ കിടന്നു പോകാനും മനസ്സുള്ള വിശുദ്ധരും വിശുദ്ധരുമായ അൽമായ വിശുദ്ധർ, സമർപ്പിത വിശുദ്ധർ, പുരോഹിതർ, മെത്രാന്മാർ, മാർപ്പാപ്പമാർ. ജോലി മോളെ, നീ വിരൽ ചൂണ്ടി അടച്ചു വെക്കാൻ ശ്രമിച്ച ഈ കത്തോലിക്ക സഭയുടെ വിശ്വാസികളുടെ അധരമുണ്ടല്ലോ, അത് ഇന്നലെ പൊട്ടിവിടുന്നതല്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രീതിയോട് അപ്രീതിയോടും വന്ദനയോടും ഇന്ധനത്തോടും കൂടി ആക്രോശിക്കുകയും അട്ടഹസിക്കുകയും ചെയ്ത ജ്യോതി ശർമ്മയെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്, കേരളത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്റെ ഈ സന്ദേശം റെക്കോർഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട ചാനലുകളോ ആരെങ്കിലും ജ്യോതി ശർമ്മയ്ക്ക് ഇത് അയച്ചു കൊടുക്കണം. ജ്യോതി ശർമ്മ കേരളത്തിലോട്ട് വരട്ടെ. കേരളം കാണാത്തതിന്റെ വിഷമം കൊണ്ടാണ് ആ പാവപ്പെട്ട പെങ്ങള് ഇത്തരത്തിലുള്ള ഗോഷ്ഠികളൊക്കെ കാണിച്ചത്. ഈ നിൽക്കുന്ന സഹോദരിമാരെ കണ്ടിരുന്നെങ്കിൽ, ഈ നിൽക്കുന്ന വിശ്വാസ സമൂഹത്തെ കണ്ടിരുന്നെങ്കിൽ ഈ സഹോദരിക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അറിവില്ലാഞ്ഞിട്ടാണ്, പാവമാണ്, ക്ഷമിച്ചു വിടാം. അതുകൊണ്ട് ഈ ജ്യോതി ശർമ്മയുടെയും ജ്യോതി ശർമ്മയുടെ പരിസരത്ത് കിടന്ന് കാട്ടാള നൃത്തം കളിച്ച പൈശാചിക മുഖമുള്ള തീവ്രവാദ നിലപാടുകളുള്ള മനുഷ്യത്വമില്ലാത്ത പൈശാചിക കൂട്ടാളികളെയും ഞാനൊരു തീർത്ഥാടനത്തിന് വിളിക്കുകയാണ്. എന്റെ കൂടെ നിങ്ങളൊരു തീർത്ഥാടനത്തിന് വരണം. എവിടേക്കാണ് വരേണ്ടതെന്നറിയാമോ? 1940കളുടെ ആരംഭത്തിലേക്ക്, 1942 ചേർത്തലയിലേക്ക്. അവിടെ എക്സ്റേ ജംഗ്ഷൻ മുതൽ അവിടെ അങ്ങ് നീണ്ടു വരന്നു കിടക്കുന്ന ആനവിറളി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചാവുനിലത്തിനടുത്തേക്ക് നിങ്ങളെ ഞാനൊരു തീർത്ഥാടനത്തിൽ കൊണ്ടുപോവുകയാണ്. അവിടെ മസൂരിയുടെ വസന്ത പിടിച്ച 1000 മനുഷ്യർ, വീട്ടുകാർക്ക് വേണ്ടാതെ, നാട്ടുകാർക്ക് വേണ്ടാതെ ചത്തിച്ചീഞ്ഞളിഞ്ഞ് വീടിനുള്ളിൽ ദുർഗന്ധം വമിക്കുന്നതിന് മുമ്പ് പായിക്കകത്ത് പൊതിഞ്ഞു കെട്ടി നാട്ടുകാർ കൊണ്ടുവന്ന് ദം ചെയ്തിരുന്ന, തള്ളിക്കളഞ്ഞിരുന്ന ഒരു ചാവുനിലമുണ്ട്. അവിടേക്ക് ജ്യോതി ശർമ്മ വരട്ടെ, ബെഞ്ചമിൻ വരട്ടെ, വിശ്വഹിന്ദു പരിഷത്ത് വരട്ടെ. ഈ ചാവുനിലത്തിൽ, ആ മരുഭൂമിയിൽ, മനുഷ്യത്വം മരവിച്ച് കിടന്ന മരുഭൂമിയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന പായ്ക്കകത്ത് നിന്ന് ചാവാതെ നിലവിളിക്കുന്ന പാതിവന്ത മൃതദേഹങ്ങൾ, പാതിവന്ത മനുഷ്യ ശരീരങ്ങളുടെ ഒച്ച കേട്ടുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കത്തോലിക്ക പുരോഹിതനെ ഞാൻ കാണിച്ചു തരാം. ജ്യോതി ശർമ്മയ്ക്ക്
കുഷ്ഠരോഗം ബാധിച്ച് ശരീരം അഴുകിയാട്ടു തുടങ്ങിയിട്ട് വീട്ടുകാർ ദുർഗന്ധം കൊണ്ട് മണ്ണുകൊണ്ട് മൂക്കുപൊത്തി വാരിപ്പൊത്തി ചുരുട്ടിക്കൂട്ടിക്കൊണ്ടെന്ന് വലിച്ചെറിഞ്ഞ് ചാവാനായിട്ട് കാത്തുനിന്ന കഴകന്മാരുടെ മുമ്പിൽ ഒറ്റയ്ക്ക് കുഷ്ഠരോഗബാധിതരായ മനുഷ്യരുടെ അരികിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മനുഷ്യരുണ്ട്. ഒരു കത്തോലിക്ക പുരോഹിതനുണ്ട്. ജോസഫ് കണ്ടെത്തി എന്ന ദൈവദാസനാണത്. ജ്യോതി ശർമ്മ വരണം, ആ മനുഷ്യന്റെ മുന്നിലേക്ക് വരണം, നമുക്കൊഴിച്ചു പോകാം. 1942 മുതൽ അവിടെ ലെപ്രസി, സെന്റ് ജോസഫ് ലെപ്രസി അസൈലം എന്ന് പേരിട്ട് വിളിച്ച് കുഷ്ഠരോഗികളെയും മരണാസന്നരായ പാവപ്പെട്ട മനുഷ്യരെയും അവിടെ സമാധാനത്തോടു കൂടി മരിക്കാൻ വേണ്ടി തേച്ചുമിനുക്കി കഴുകിക്കൊടുത്ത് മരണത്തിന് കൂട്ടിരുന്ന് അവരെ ശാന്തമായി മരിപ്പിച്ച് അവരവരുടേതായ വിശ്വാസത്തിലേക്ക് പറഞ്ഞുവിട്ട ആ മനുഷ്യന്റെ ആദ്യകാല രേഖകൾ നമുക്ക് പരിശോധിക്കണം. ജ്യോതിശർമ്മേ, നമുക്ക് പരിശോധിക്കണം, ആദ്യകാല രേഖകൾ പരിശോധിക്കണം. എന്നിട്ട് അതിൽ എത്ര മൃതദേഹങ്ങളെയും മതപരിവർത്തനത്തിന് വിധേയമാക്കി എന്നുള്ളത് എഴുതിയെടുത്തോണ്ട് വേണം പോകാൻ. എന്നിട്ട് നിങ്ങൾ തുർക്കിയിലോ നിങ്ങൾ ഛത്തീസ്ഗഡിലോ എവിടെയെങ്കിലും പോയി വാമൂടി കെട്ടാൻ വേണ്ടി പരിശ്രമിച്ചോ? അതുകൊണ്ട് എനിക്ക് നരേന്ദ്രമോദിജിയോട് ഒരു വലിയ പ്രാർത്ഥനയുണ്ട്, അഭ്യർത്ഥനയുണ്ട്. നരേന്ദ്രമോദിജിയോട് ഒരു അഭ്യർത്ഥനയുണ്ട്. കേരളത്തിലെ, ഭാരതത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിലെ ഒരംഗമെന്ന നിലയിൽ ന്യൂനപക്ഷമായി കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലെ ഒരു പുരോഹിതൻ എന്ന നിലയിൽ, കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് നരേന്ദ്രമോദിജിയുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. വംശശുദ്ധി വരുത്താൻ വേണ്ടി ജർമ്മൻ ജനതയുടെ ഇടയിൽ നിന്ന് യഹൂദ ജനതയെ വിഷം കൊടുത്തു കൊന്ന് വംശശുദ്ധി വരുത്താൻ വേണ്ടി ഹിറ്റ്ലർ സൃഷ്ടിച്ച കോൺസെൻട്രേഷൻ ക്യാമ്പ് ജർമ്മനിയിൽ ഇപ്പോഴുണ്ട്. എനിക്ക് നരേന്ദ്രമോദിജിയുടെ അഭ്യർത്ഥനയുണ്ട്. ഇന്ത്യയെ ന്യൂനപക്ഷങ്ങളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി മാറ്റരുത്. ഇന്ത്യയെ ന്യൂനപക്ഷങ്ങളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി മാറ്റരുത്. ഇവിടെ ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു, എന്ന ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവ ജനത ഇവിടെ അവരുടെ വിശ്വാസം പ്രഘോഷണം ചെയ്യാൻ, ഇവിടെ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള പരിശ്രമത്തിനിടയിൽ വഴിമുടങ്ങി, യാത്ര മുടങ്ങി, ജീവിതത്തിന്റെ ഗതി തിരിഞ്ഞു പോകുന്ന, വഴിമുട്ടിപ്പോകുന്ന അവസരത്തിൽ കഴുത്തിൽ ചവിട്ടി പിടിച്ചിട്ട് കയ്യിൽ ദേശീയ പതാക തന്ന് ദേശീയോദ്ഗ്രഥന ഗാനം പാടണമെന്ന് മോദിജി ക്രൈസ്തവരോട് പറയരുത്. ഇന്നും ജാമ്യം കിട്ടാതെ ഈ നിമിഷത്തിലും അവർ ജയിലിലാണ്. കേന്ദ്രമന്ത്രി ഇടപെട്ടു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. എന്നിട്ടും ജയിലിലാണ്. കേന്ദ്രമന്ത്രി ഇടപെട്ടാൽ കേസിന്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മുഴുവൻ നമ്മുടെ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ ആവേശത്തിളപ്പിലായിരുന്നു. ഞങ്ങളുടെ പെങ്ങന്മാർ ജയിലിലാണ്. എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അവരുടെ വഴി മുടങ്ങിയത് എന്ന് എന്റെ പ്രിയപ്പെട്ട നരേന്ദ്രമോദിജി പറയണം. മണിപ്പൂർ പ്രശ്നത്തിൽ മാസങ്ങൾ മൗനവ്രതം അവലംബിച്ച ആ മാതൃക ഈ ഒരു ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഞങ്ങൾ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നരേന്ദ്രമോദിജി കേരളത്തെ, ന്യൂനപക്ഷ സമുദായങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഭാരതത്തെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി മാറ്റുന്നത്, വിദ്വേഷത്തിന്റെ വിഷപ്പ് ശ്വസിച്ച് ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്ന ഒരു ജനത ഇവിടെയുണ്ട് എന്ന് താങ്കൾ തിരിച്ചറിഞ്ഞ് സത്വര നടപടിയെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം, സമർപ്പിതരുടെ യാത്രാ വഴികളിൽ തടസ്സം തുടങ്ങിയിട്ട് ഇന്നലെയല്ല. 2003 ഗുവാഹട്ടിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്ത 2 ST സിസ്റ്റേഴ്സ് ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു. അവരെക്കാൾ ഭീകരമായി ആക്ഷേപിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ബീഹാറിലെത്തിയപ്പോൾ ജയ് ശ്രീറാം വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിത വസ്ത്രം ധരിച്ച സഹോദരിമാരുടെ മുമ്പിൽ കൊലവിളിയുമായിട്ടെത്തി കൊടുവാൾ ഉയർത്തിക്കൊണ്ട് ഉറഞ്ഞു തുള്ളിയ ഭീകര രൂപങ്ങളുടെ ഓർമ്മ പോലും മായാതെ നിൽക്കുന്ന കണ്ണടച്ച ആ ദുഷ്ട രൂപങ്ങളുടെ ചിത്രം മനസ്സിൽ തെളിയുന്ന സഹോദരിമാരെ വിളിച്ചു പറയുകയാണ്, ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ദൈവാനുഗ്രഹം കൊണ്ട് അവരെ ഫോൺ വിളിച്ച് വാരണാസിയിൽ വെച്ച് ഒരു മുസ്ലിം പ്രമുഖരമ്മ വണ്ടി കൊണ്ടുവന്ന് അവരെ ട്രെയിനിൽ നിന്ന് ഇറക്കി ഓടിച്ച് രക്ഷപ്പെടുത്തി ഡൽഹിയിലേക്ക് യാത്ര ചെയ്തവർ വാരണാസിയിൽ 4 ദിവസം ഒളിച്ചു താമസിച്ചിട്ട് പോകേണ്ട ഗതികേട് വന്നിട്ടുണ്ട് ഈ നാട്ടിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ്. അപ്പൊ ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. ഇതൊക്കെ ഇവിടെ
ആദ്യമായി അരമനകൾ കയറിയിറങ്ങാൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഭരണഘടനയെ അനുശാസിക്കുന്ന, ഇന്ത്യയിലെ പൗരൻ എന്നുള്ള പേര് വിളിക്കുന്ന പൗരത്വമുള്ള എല്ലാ വ്യക്തികൾക്കും ഭരണഘടനയെ അനുശാസിക്കുന്ന അവകാശങ്ങൾ അനുഭവിക്കാനുള്ള അവസരം ഒരുക്കി തന്നാൽ മതി. മറ്റൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഭരണഘടനയെ അനുവദിക്കുന്ന അവകാശങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കണം. അത് ഞങ്ങൾക്ക് ഉള്ളതാണ്, ഞങ്ങൾക്ക് അവകാശമുള്ളതാണ്. അതുകൊണ്ട് അത് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല ന്യൂനപക്ഷമുള്ളത്. അത് ഈ ജ്യോതി ശർമ്മയും പ്രിയപ്പെട്ട നരേന്ദ്രമോദിയെയും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ മനസ്സിലാക്കണം. ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല ന്യൂനപക്ഷമുള്ളത്. ന്യൂനപക്ഷങ്ങൾ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അവിടെ ഇന്ത്യയിൽ ഭൂരിപക്ഷമുള്ള സമുദായം അവിടെ ഭൂരിപക്ഷമൊന്നുമല്ല. അവിടെ ന്യൂനപക്ഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്ന വായടക്കടി എന്ന് അണ്ണാക്കിലേക്ക് വിരൽ തള്ളി കയറ്റി പിടിച്ചു പറയാൻ ഈ ജ്യോതി ശർമ്മയെയൊക്കെ പ്രലോഭിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വിജൃംഭിപ്പിക്കപ്പെട്ട കൃത്രിമമായ മതബോധങ്ങളുണ്ടല്ലോ, ആ മതബോധം അപ്പുറത്തുള്ള രാജ്യങ്ങളിലെ മനുഷ്യർ അവരുടെ ഇടയിൽ സമാധാനത്തോടെ പൗരത്വത്തോടു കൂടി ജീവിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളോട് ഇത്തരത്തിൽ പെരുമാറരുത് എന്നാണ് ഈ കൂടി നിൽക്കുന്നവരുടെ പ്രാർത്ഥന. ജ്യോതി ശർമ്മയോടാണ് പറയുന്നത്, നരേന്ദ്രമോദിജിയോടാണ് പറയുന്നത്, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോടാണ് പറയുന്നത്. മറ്റ് രാജ്യങ്ങളിൽ ഭൂരിപക്ഷമുള്ള ജനത അവിടെ ന്യൂനപക്ഷമായി ജീവിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളോട് നിങ്ങൾ ഇവിടെ ക്രൈസ്തവരോട് പെരുമാറുന്നത് പോലെ പെരുമാറരുത് എന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു നിയോഗം ഞങ്ങളുടെ ഈ ജപമാലയിൽ ഞങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ക്രൈസ്തവ ചൈതന്യം. ഞങ്ങളെ അടിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചടിക്കില്ല. ഞങ്ങളെ വെറുക്കുന്നവരെ ഞങ്ങൾ സ്നേഹിക്കും. അങ്ങനെ സ്നേഹിക്കാൻ പറഞ്ഞിട്ട് പോയ ഒരേ ഒരാളുടെ പേരിലാണ് ഈ ജോസഫ് കണ്ടത്തിൽ എന്ന് പറയുന്ന ഈ അച്ഛൻ, ഈ ASM എന്ന് പറയുന്ന ഈ സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി കുഷ്ഠരോഗികളെ നോക്കി, തിരസ്കരിക്കപ്പെട്ടവരെ നോക്കി, തകർന്നുപോയവരെ നോക്കി, സമൂഹത്തിന്റെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിഞ്ഞവരുടെ അരികിലേക്ക് നടന്നു ചെല്ലാനായിട്ടുള്ള ഒരു ത്യാഗസന്നദ്ധതയുള്ള ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ജീവിതം സമർപ്പിക്കാൻ സന്നദ്ധതയുള്ള മക്കളെ ഒരുക്കിവിട്ടതിൽ രണ്ടുപേരാണ് ഈ പ്രീതിയും നന്ദനയും. അവർ ഒറ്റപ്പെട്ടവരല്ല. ഈ കേരളത്തിൽ നിന്ന് തന്നെ 1 ലക്ഷത്തിലധികം സമർപ്പിതർ ഈ ഭാരതത്തിലേക്കും ലോകം മുഴുവനിലേക്കും സന്യാസ ചൈതന്യവുമായി സഹോദര സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ വിതരണക്കാരായി യാത്രയായിട്ടുണ്ട്. അത്തരത്തിൽ മക്കളെ ത്യാഗോജ്വലമായി ദൈവസേവയ്ക്ക് സമർപ്പിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മാതാപിതാക്കളുടെ പ്രതിനിധികളാണ് ഇവിടെ ജോസിയാസിസ്റ്റർ പറഞ്ഞതുപോലെ തലമുണ്ടില്ലാതെയും ലോകധരിക്കാതെയും ഇവിടെ വന്ന് ഈ നിലനിൽപ്പ് ഞങ്ങളുടെ ഇവിടെ ത്യാഗത്തിന്റെ ഫലമാണ് എന്ന ഈ ലോകത്തോട് പ്രഖ്യാപിക്കാൻ ഈ കോതമംഗലം രൂപതയിലെ ആയിരക്കണക്കിന് വരുന്ന ഈ വിശ്വാസി സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് കാവലായി വന്നതിന്റെ സൂചനയാണ്. ഇനിയും ത്യാഗോജ്വലമായി കത്തോലിക്ക സഭയിൽ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ വിശ്വാസ ചൈതന്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് മക്കളെ ഇവർ കൊടുത്തിരിക്കും, ദാനമായി തമ്പുരാൻ അർപ്പിച്ചിരിക്കും. അത്തരത്തിലുള്ള ത്യാഗോജ്വലമായ സേവനങ്ങളുടെ രൂപങ്ങൾ ലോകം മുഴുവൻ സേവന കർമ്മങ്ങൾ ചെയ്ത മനുഷ്യർക്ക് ക്രിസ്തുവിന്റെ മുഖമിതാണ് എന്ന് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഒരു സമ്മേളനം നമ്മളിവിടെ സമാപിപ്പിച്ച് ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാനുണ്ട്. നമ്മുടെ അവകാശങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് നിഷേധിക്കുകയാണ്. മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, മാധ്യമങ്ങളെ വിലക്കെടുത്ത്, അവര് പറയുന്നത് മാത്രം വാർത്തയാക്കി കൊടുത്ത്, നമ്മൾ പറയുന്നതൊന്നും വാർത്തയായി കൊടുക്കാത്ത, സത്യം വാർത്തയായി കൊടുക്കാത്ത മാധ്യമങ്ങളെ വിലക്കെടുത്തിട്ടാണ് ഇത്തരത്തിലുള്ളവർ ഇത്തരത്തിലുള്ള വിഭാഗീയത വളർത്തുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ചില പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട്. നമ്മൾ ഒരാളുടെയും ശത്രുവല്ല, നമ്മളെ ആരും ശത്രുക്കളല്ല, നമ്മളെ എതിർക്കുന്നവരുടെ പോലും ശത്രുക്കളല്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അഭിനന്ദ പിതാവ് പറഞ്ഞു, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ആരെയും എതിർക്കാനല്ല, നമുക്ക് ആരുടെയും എതിർപ്പും വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം, നമുക്ക് ആരെയും എതിർക്കേണ്ടതില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ചെയ്യണം, നമ്മൾ നമ്മളെ അനുകൂലിക്കണം. ഇവിടെ നിൽക്കുന്നതിന് സമർപ്പിതരും വിശ്വാസ സഹോദരങ്ങളും പുരോഹിതരും ക്രൈസ്തവ സഭ, കത്തോലിക്ക സഭ ഈ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ക്രിസ്തുവിന്റെ നാമത്തിൽ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നവരാണ് എന്നുള്ള സത്യം നമ്മൾ പരസ്യമായിട്ട് പ്രഘോഷിക്കണം. അത് നമ്മുടെ മൗലിക അവകാശമാണ്. ആ അവകാശം നേടിയെടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ
ജ്യോതി ശർമ്മയോട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സംസ്കൃതം അറിയാമോ എന്ന് എനിക്കറിയില്ല. ജ്യോതി ശർമ്മയ്ക്ക് സംസ്കൃതം അറിയാമെന്ന് അറിയില്ല. എന്നാൽ ഒരു സംസ്കൃത ശ്ലോകം ഞാൻ ചൊല്ലുകയാണ്. അത് ഹൈന്ദവധാരയിൽ, ഈ ഭാരതം മാത്രമല്ല ലോകം മുഴുവൻ ആദരിക്കുന്ന ഹൈന്ദവ വേദ സംഹിതകളിൽ അഥർവ വേദ സൂക്തത്തിൽ നിന്നുള്ള ഒരു സൂക്തമാണ് ഞാൻ ഉച്ചരിക്കുന്നത്. അത് ഈ ഭാരതത്തിന്റെ സാഹോദര്യത്തിന്റെ മണിമുഴക്കമാണ്. അതിങ്ങനെയാണ്: മിത്രസ്യ ചക്ഷുഷ സമീക്ഷാമഹേ. മിത്രസ്യ എന്ന് വെച്ചാൽ മിത്രത്തിന്റെ ഷഷ്ടി വിഭക്തിയാണ്. സംസ്കൃതം അറിയാവുന്നവർക്കറിയാം. മിത്രത്തിന്റെ ചക്ഷുഷ, കണ്ണിലൂടെ. ചക്ഷുസ് കണ്ണാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ണിലൂടെ അഹേ സമീക്ഷാമഹേ, നമുക്ക് പരസ്പരം കാണാം. ഈ ക്യാമറ പിടിച്ചു നിൽക്കുന്ന ഈ കൂട്ടുകാരന് എന്റെ കണ്ണിലേക്ക് നോക്കിയാൽ നിനക്കൊന്നും കാണാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. വെറും ഒരു വെള്ളമൂല് പോലും എന്നെ കാണാൻ കഴിഞ്ഞേക്കാം. അടുത്തു വന്നാൽ നിന്റെ മുഖം എന്റെ കണ്ണിൽ നിനക്ക് കാണാം, എന്റെ മുഖം നിന്റെ കണ്ണിൽ എനിക്കും കാണാം. അത്രയും അടുപ്പം നമുക്ക് തമ്മിൽ ആവാമെന്ന് പറയുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ ഔദാര്യത്തിന്റെയും വിശാല ഹൃദയത്തിന്റെയും ഫലമായിട്ട് തന്നെയാണ് നൂറ്റാണ്ടുകളായി ഈ നാട്ടിൽ ന്യൂനപക്ഷ സമൂഹങ്ങളിൽപ്പെട്ട മതവിശ്വാസികളിൽപ്പെട്ടവർക്ക് ഇവിടെ വളരാനും ജീവിക്കാനും വളർന്ന് പന്തലിക്കാനും വിശ്വാസം പ്രഘോഷിക്കാനും രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കുചേരാനും ഇടവന്നത്. ആ ഒരു വിശാലത ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന കത്തോലിക്ക പുരോഹിതർ മുഴുവനും 10-15 വർഷക്കാലം ഞങ്ങൾ സെമിനാരിയിൽ പഠിച്ച് വൈദികരാകുന്നതിന്റെ കൂടെ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഹൈന്ദവ വേദങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെ നിൽക്കുന്ന മുഴുവൻ ലോകധാരികളായ കത്തോലിക്ക പുരോഹിതരും ഹൈന്ദവ വേദങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഋഗ്വേദവും അഥർവവേദവും യജുർവേദവും സാമവേദവും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. വേദാന്തങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ച് പരീക്ഷ എഴുതി ജയിച്ചിട്ട് വേണം ഞങ്ങൾക്ക് വൈദിക പട്ടം തരുന്നത്. ഈ ഇരിക്കുന്ന അമിതി പിതാവ് ഉൾപ്പെടെയുള്ള മിത്രന്മാർ ഞങ്ങൾക്ക് വൈദിക പട്ടം തരുന്നത് ഈ ഹൈന്ദവ വേദങ്ങൾ പഠിച്ചിട്ടാണ്. ഒരു കത്തോലിക്ക പുരോഹിതന് ഈ നാട്ടിലത് അറിയത്തില്ലെങ്കിൽ അത് അറിയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അതുകൊണ്ട് ക്രൈസ്തവ പുരോഹിതന്മാർ, കത്തോലിക്ക പുരോഹിതന്മാർ വർഗീയവാദികളോ വിഭാഗീയതയിലെ ആൾക്കാരോ തീവ്രവാദികളോ ആകാത്തതിന്റെ കാരണം ഇസ്ലാമോളജി പഠിച്ചിട്ടും ശൈവിസം പഠിച്ചിട്ടും വൈഷ്ണവിസം പഠിച്ചിട്ടും വേദങ്ങൾ പഠിച്ചിട്ടും വേദാന്തങ്ങൾ പഠിച്ചിട്ടുമാണ്. തങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തുനാഥന്റെ തിരുമൊഴികൾ ഉൾക്കൊള്ളുന്ന സുവിശേഷം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇതര മതങ്ങൾ പുണ്യമായി കരുതുന്ന വേദഗ്രന്ഥങ്ങൾ പഠിച്ച് ഇതര മതങ്ങളോടുള്ള കത്തോലിക്ക സഭയുടെ 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ സാഹോദര്യ ഭാവത്തിന് ഹൃദയവാതിൽ തുറന്നിട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കത്തോലിക്ക സഭയിലെ 2 സഹോദരിമാരെ അറിവില്ലായ്മയുടെ പേരിൽ ജ്യോതി മിത്രസ്യ ചക്ഷുഷ സമീക്ഷാമഹേ, അതാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത് നിൽക്കാം. എന്റെ അടുത്തേക്ക് വരൂ. എന്റെ കണ്ണിൽ നീ നിന്റെ രൂപം തിരിച്ചറിയൂ. നിന്റെ കണ്ണിൽ ഞാൻ എന്റെ മുഖം വായിക്കട്ടെ. അങ്ങനെ നമുക്ക് തമ്മിൽ സാഹോദര്യത്തിന്റെ സുവിശേഷ ഗാനം ആലപിക്കാം. അങ്ങനെ നമുക്ക് തമ്മിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരു പുതിയ ഭാരതത്തെ പുനർനിർമ്മിക്കാം. അത്തരത്തിലുള്ള ഒരു സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സാഹോദര്യത്തിന്റെ അന്തരീക്ഷം നമുക്കിവിടെ ഇനിയും നിലനിർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ നിശബ്ദമായി പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്ന ഈ ന്യൂനപക്ഷ സമൂഹത്തിലെ, ഈ ക്രൈസ്തവ സമൂഹത്തിലെ, കത്തോലിക്ക സഭയിലെ, ഈ കോതമംഗലം രൂപതയിലെ എന്റെ പ്രിയപ്പെട്ട ദൈവജനം ഇവിടെ സാക്ഷ്യം നിൽക്കുകയാണ്. ഇത് ജീവിത സാക്ഷ്യമാണ്. ഇത് ക്രിസ്തു സാക്ഷ്യമാണ്. ഇതിന് അർത്ഥമുണ്ടാകട്ടെ, ആകാശത്തോളം ഉയരമുണ്ടാകട്ടെ. ആമേൻ.